ഹലോ ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് ഇന്ന് രണ്ടാമത്തെ ക്ലാസ് ആണ്. ഫ്രീ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു രണ്ടാമത്തെ ക്ലാസ്സിൽ 3 സ്റ്റിച്ചാണ് പഠിക്കുന്നത് കേട്ടോ. 3 സ്റ്റിച്ചാണ് രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ബോർഡിലാണ് ചെയ്യുന്നത്. അതിൽ 2 സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ഞാനിവിടെ എന്താ പറയാ മോട്ടിഫ് വരച്ചെടുത്തിട്ടുണ്ട്. പിക്ചർ വരച്ചിട്ട് റിങ്ങിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, കണ്ടില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചർ വരക്കാം കേട്ടോ. അപ്പൊ അതിൽ 2 സ്റ്റിച്ച് നമുക്ക് സ്റ്റിച്ച് ബോർഡിൽ ചെയ്യണം. പിന്നെ ഒരു സ്റ്റിച്ച് നമ്മൾ ഇതിൽ തന്നെ മോട്ടിഫിൽ തന്നെയാണ് ചെയ്ത് കാണിക്കുക, മൂന്നാമത്തെ സ്റ്റിച്ച്. അപ്പൊ ഞാൻ ആദ്യം സ്റ്റിച്ച് ബോർഡിൽ ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ 3 സ്റ്റിച്ചാണ് മൂന്ന് സ്റ്റിച്ചാണ് ഇപ്പൊ നമ്മൾ ഇതിൽ കാണിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. അതിലിപ്പോ ഫസ്റ്റ് സ്റ്റിച്ച് പേൾ സ്റ്റിച്ചാണ്. പേൾ സ്റ്റിച്ചാണ് നമ്മൾ ആദ്യം കാണിക്കാൻ പോണത്. അപ്പൊ അത് നമ്മൾ ചെയ്യുമ്പോൾ ഈ ഒരു ത്രെഡ് 2 ലെയർ ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, ഈ ഒരു പേൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ത്രെഡ് നമ്മൾ സാധാ സൂചി നൂല് ചെയ്യുന്ന പോലെ കുറച്ച് കട്ടിയിൽ വേണം ഈ ഒരു സ്റ്റിച്ച് ചെയ്യുവാന്. നമുക്ക് ത്രെഡ് കുറച്ച് കട്ടിയിലാണ് വേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ത്രെഡ് 2 ലെയർ ആക്കിയിട്ട് കണ്ടോ, ഇവിടെ ഈ രണ്ടും കൂടിയിട്ടാണ് കെട്ടിട്ട് കൊടുക്കുന്നത്. ഓക്കെ, രണ്ടും കൂടിയിട്ടാണ് ഞാൻ കെട്ടിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കുറച്ച് കട്ടിയിലാണ് നമ്മൾ ഈ ഒരു പേൾ സ്റ്റിച്ച് നമ്മൾ ചെയ്യുക. അതാണ് 2 ലെയർ ആക്കിയിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾ ആദ്യം ഫസ്റ്റ് ലൈനിന്റെ ഞാൻ ഇവിടെ ലൈന് വരച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ലൈനിന്റെ ഫസ്റ്റില് സൂചി കുത്തിയെടുക്കുക. അതിനുശേഷം ചെറുതായിട്ട് ചെരിച്ചിട്ട് ഇവിടേക്ക് കൊടുക്കുക. ചെരിച്ചിട്ട് നല്ലോണം ചെരിക്കരുത്, ചെറുതായിട്ട് നമ്മള് ഈ ഒരു സ്റ്റിച്ച് ഇവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് അടിയിലേക്കായിട്ട് ചെറുതായിട്ട് ഇതുപോലെ താത്തി കൊടുക്കുക. ഓക്കെ, അത് താത്തി കൊടുത്തു. അതിനുശേഷം നമ്മൾ ഈ ഒരു സ്റ്റിച്ച് എടുത്തിട്ടില്ലേ ഇവിടെ ഈ ഒരു പോയിന്റ്, ഈ പോയിന്റിന്റെ നേരെ നമ്മൾ ഈ വരച്ച വരമക്കാണ് നമ്മൾ ഇനി അടുത്തത് അടിയിൽ നിന്ന് കുത്തി കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ എടുത്തതിന്റെ നേരെ മുകളിലേക്ക് നമ്മൾ ആ വരച്ച വരമക്ക് നമ്മൾ എടുക്കുക. അതിനുശേഷം ഇതിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഈ ഒരു ചെയ്ത ഈ ഒരു സ്റ്റിച്ചിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക്. ഓക്കെ, ഇതാണ് പേൾ സ്റ്റിച്ച്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ കുത്തുമ്പോൾ നമുക്കിത് വിട്ടിട്ട് വേണമെങ്കിൽ കുത്താം. അതായത് പിന്നെ കുറച്ച് അകലം, കുറച്ച് ഗ്യാപ്പായിട്ടും കുത്തിയെടുക്കാം. ഫസ്റ്റ് ഞാൻ അടുപ്പിച്ചിട്ട് കുത്തി കാണിച്ചു തരാം. ഇപ്പൊ ഫസ്റ്റ് പേൾ സ്റ്റിച്ച് ആയി. ഇനി നമ്മൾ അടുത്തത് കുത്തുന്നത് ഈ ഒരു സൈഡിലേക്കാണ്. നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്തില്ലേ ഫസ്റ്റ്, അതിന്റെ പോലെ തന്നെ കുറച്ച് വിട്ടിട്ട് ഇത്ര ഗ്യാപ്പ് വിടണുള്ളൂ. എന്നിട്ട് ഒരു സൈഡിലേക്കാണ് നമ്മൾ കുത്തിയെടുക്കുന്നത്. ഓക്കെ, സൈഡിലേക്ക് കുത്തിയെടുത്തു. ഇനി ഇതിന്റെ നേരെ മുകളിൽ ഈ ഒരു വരമ്മ, ഇതിന്റെ ഈ ഒരു കുത്തിയന്റെ നേരെ മുകളിലേക്കാണ് നമ്മൾ ഇനി അടിയിൽ നിന്ന് കുത്തി എടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഈ ഒരു ത്രെഡ് ഇതുപോലെ ഇങ്ങോട്ട് പിടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്ത ആ ഒരു സ്റ്റിച്ചിന്റെ ഉള്ളിൽ കൂടെ ഈ ഒരു നീഡിൽ എടുക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ പേൾ സ്റ്റിച്ച്. പിന്നെ ഇനി നമ്മൾ ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ സൈഡിലേക്കാണ് ഇതുപോലെ സൈഡിലേക്ക് കുറച്ച് കുത്തി കൊടുക്കുക. കുറച്ച് ഗ്യാപ്പാണ് നമ്മൾ വിടുന്നത് കേട്ടോ, നല്ലോണം ഗ്യാപ്പ് വിടുന്നില്ല. കുറച്ച് കണ്ട ഈ ഒരു ഗ്യാപ്പ് തന്നെ ഇവിടെയും വിടുക. എന്നിട്ട് നമ്മൾ അടിയിൽ നിന്ന് കുത്തി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സ്റ്റിച്ചിന്റെ നേരെ മുകളിലത്തെ ആ ലൈനുമലാണ് നമ്മൾ കുത്തിയെടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു ചെയ്ത സ്റ്റിച്ചിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ എടുക്കുക. ഓക്കെ, ഇതാണ് പേൾ സ്റ്റിച്ച്. ഇങ്ങനെയാണ് പേൾ സ്റ്റിച്ച് വരിക. ഇനി ഞാൻ 3 എണ്ണം ഞാൻ അടുപ്പിച്ചിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഇനി കുറച്ച് വിട്ടിട്ടാണ് നമ്മൾ കുത്തണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വരിക നോക്കാം കേട്ടോ. കുറച്ച് വിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഇത് കുത്തി കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനേക്കാളും കുറച്ച് വിട്ടിട്ടാണ് ഞാൻ ഇവിടെ കുത്തി കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കുക. അതിനുശേഷം ഇതിന്റെ ഉള്ളിൽ കൂടെ എടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ഈ സ്റ്റിച്ച് വരിക.
വിട്ടിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്, വിട്ടിട്ടാണ് കുത്തി കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഇത് വരിക, നമ്മള് ഇപ്പൊ നമ്മളൊരു ഷുഗർ ബീഡൊക്കെ ഇപ്പൊ കുറച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ഇടയിൽ ഒരു ഷുഗർ ബീഡ് കൊടുത്തിട്ട് അങ്ങനെ ആയിട്ടാണ് നമുക്ക് തോന്നുക. ഓക്കെ, ഇതുപോലെ വിട്ടിട്ടാണ്. അപ്പൊ ഈ ഒരു ഇടയിൽ വരുന്ന ഈ ഒരു ബോൾ ഇപ്പൊ ഒരു സ്റ്റോൺ നമ്മുടെ ബീഡ് പോലെ ഇടയിൽ വരുന്നത് കുറച്ച് വിട്ടിട്ടായിരിക്കും വരിക നമ്മള് വിട്ട് ചെയ്യുമ്പോൾ. ഇതിന് കുറച്ച് കട്ടിയുള്ള ത്രെഡ് തന്നെ വേണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ 2 ലെയർ ആക്കിയിട്ട് തന്നെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു സ്റ്റിച്ച് ചെയ്യാൻ 2 ലെയർ ആക്കി തന്നെ ചെയ്യണേ, എന്നാലാണ് ഇത് നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കുറച്ച് തിക്കായിട്ട് ചെയ്യണ വർക്കാണ് ഈ പേൾ ബീഡ് എന്ന് പറയുന്നത്, കുറച്ച് തിക്കായിട്ട് ചെയ്യണ വർക്കാണ്. ഓക്കെ, അപ്പൊ ഇതുപോലെയാണ് വരിക. ഇനി നമുക്കിത് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പൊ അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിലും വിട്ട് ചെയ്യുകയാണെങ്കിലും 2 രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ നിങ്ങളെ പിക്ചറിന് ആവശ്യം, നിങ്ങളെ പിക്ചറിന് വിട്ടിട്ട് ചെയ്യണതാണോ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതെല്ലാം അടുപ്പിച്ചിട്ടാണ് ചെയ്യണത് പെർഫെക്റ്റ് ആയിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് പേൾ ബീഡ് വരിക കേട്ടോ. ഓക്കെ, നമുക്കിത് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ലൈന് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിതാ ഇത് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, എൻഡിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ എൻഡില് ചെയ്യുമ്പോൾ ഈ ഒരു നമ്മളെ ഇതുപോലെ അങ്ങനെ ഡോട്ട് വന്നിട്ടില്ലേ, അതിന്റെ അവിടെ തന്നെയാണ് അടിയിലേക്ക് കുത്തി താഴ്ത്തി കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പേൾ ബീഡ് വരിക. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത സ്റ്റിച്ചും കൂടി നമ്മൾ സ്റ്റിച്ച് ബോർഡ് ചെയ്തിട്ടാണ് നമ്മൾ മോട്ടിഫിലേക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു ലൈനും കൂടി ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. അടുത്ത സ്റ്റിച്ചാണ് റിംഗ് നോട്ട്. ഈ റിംഗ് നോട്ട് സ്റ്റിച്ച് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിന് നമ്മൾ ഇതുപോലെ ഒരു ലെയർ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുക. സാധാ നമ്മൾ മറ്റുള്ള വർക്കൊക്കെ റണ്ണിങ് സ്റ്റിച്ചൊക്കെ ചെയ്ത പോലെ ഒരൊറ്റ ലെയർ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യാട്ടോ. ഇവിടെയാണ് ഞാൻ കെട്ടിട്ട് കൊടുക്കുന്നത്. ഒരു ത്രെഡ് ഇതുപോലെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് റിംഗ് നോട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇതിന്റെ ഫസ്റ്റില് ആ ഒരു ലൈനിന്റെ ഫസ്റ്റിൽ നിന്ന് കുത്തി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ ഒരു ത്രെഡ് ഇതുപോലെ ചിറ്റി കൊടുക്കുക, ലൂസായിട്ട് തന്നെ ചിറ്റി കൊടുക്കുക. ഈ ഒരു സൂചിനെ ചുറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോ ഈ ഒരു സൂചന ഇങ്ങനെ ചുറ്റിയിട്ട് നമ്മൾ ആ ഒരു കുത്തി എടുത്ത ആ ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് കണ്ട, കുത്തി എടുത്ത ആ ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് ഞാൻ താഴ്ത്തി കൊടുക്കണത്. നമ്മള് ഈ ഒരു റൗണ്ടിൽ ഇതാ വന്നിക്കണ ത്രെഡ് നമ്മൾ അവിടെ പിടിച്ചു കൊടുക്കുക. ഈ ഒരു റൗണ്ട് നമ്മൾ ഈ ഒരു കൈയിട്ട് തള്ളവിരലായിട്ട് പിടിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ത്രെഡിനെ വലിച്ചു കൊടുക്കാൻ. ഓക്കെ, ഇതാണ് റിംഗ് നോട്ട്. ഓക്കെ, ഇങ്ങനെയാണ് റിംഗ് നോട്ട് വരിക. നമുക്ക് ഒന്നുകൂടി നോക്കാം. സൂചി കുത്തിയെടുക്കുക, കുത്തിപ്പൊക്കി എടുക്കുക. അതിന് ശേഷം ഈ ഒരു സൂചിനെ ഈ ത്രെഡിനെ സൂചി കൊണ്ട് ഇങ്ങനെ ചുറ്റുക. ഓക്കെ, ഈ ഇങ്ങനെ നമ്മൾ കുത്തിയെടുത്തു. അതിന് ശേഷം ചുറ്റി കൊടുക്കുക. ഈ ചുറ്റിയിട്ട് നമ്മൾ ഇവിടെ തന്നെ നമ്മൾ കുത്തിയ സ്ഥലത്തേക്ക് തന്നെയാണ് നമ്മൾ വീണ്ടും കുത്തി കൊടുക്കുന്നത്. കണ്ട, കുത്തിയ സ്ഥലത്തേക്ക് തന്നെയാണ് വീണ്ടും കുത്തി കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു റിങ് പോലെ കണ്ട ഒരു റൗണ്ടിൽ വരും. അത് ലൂസായിട്ടാണ് നമ്മൾ കുത്തി കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരും. ഈ റൗണ്ടിൽ വന്നാൽ ആ റൗണ്ട് നമ്മളൊന്ന് പിടിച്ചു കൊടുക്കുക. ഓക്കെ, ഈ റൗണ്ട് ഒന്ന് പിടിച്ചു കൊടുത്തിട്ട് വേണം വലിക്കാൻ. ഇതാണ് റിംഗ് നോട്ട്.
ഓക്കെ. നമ്മൾ ആദ്യം കുത്തിയെടുക്കുക. അതിന് ശേഷം ഒരു നീഡിലിനെ ഈ ത്രെഡ് കൊണ്ട് ഒന്ന് ചുറ്റുക. ലൂസായിട്ട് തന്നെ ചുറ്റിയിട്ട് നമ്മൾ ഈ ഒരു കുത്തിയെടുത്ത ഭാഗത്തേക്ക് തന്നെ ഇതുപോലെ കുത്തി കൊടുക്കുക. അപ്പൊ ഈ ഒരു ചുറ്റിയത് ഇങ്ങനെ നിൽക്കും. അപ്പൊ ആ ഒരു റിങ്ങിനെ നമ്മള് ചെറുത് വേണമെങ്കിൽ ചെറുതാക്കാം, വലുത് വേണമെങ്കിൽ ഇവിടെ ഒന്ന് വലുതാക്കിയിട്ട് ഇതുപോലെ പിടിച്ചു കൊടുക്കുക. ഓക്കെ. അതിന് ശേഷം നമ്മൾ ത്രെഡ് വലിച്ചു കൊടുക്കുക. ഇതുപോലെയാണ് നമ്മൾ റിംഗ് നോട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ. ഇതുപോലെ ചുറ്റുക. ലൂസായിട്ട് തന്നെ ചുറ്റിയിട്ട് നമ്മൾ ആ ഒരു കുത്തിയ ഭാഗത്തേക്ക് തന്നെയാണ് നമ്മൾ കുത്തിയെടുത്ത ആ ഭാഗത്തേക്ക് ഇതുപോലെ കുത്തി കൊടുക്കുക. എന്നിട്ട് ആ ഒരു റിങ് ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം, വലിച്ചിട്ട് ചെറുതാക്കാം. എന്നിട്ട് ഇതുപോലെ അടിയിൽ നിന്ന് അവിടെ പിടിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഇതാണ് റിംഗ് നോട്ട് കേട്ടോ. നമുക്ക് ഇത് ഫുള്ളായിട്ട് റിംഗ് നോട്ട് ചെയ്തെടുക്കാം. ഓക്കെ. ഇതുപോലെ നമുക്ക് ഈ ഒരു ലൈന് ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചെറുതാക്കിയിട്ടും വലുത് നമുക്ക് ഓരോ സൈസിനനുസരിച്ച് നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത് ആ സൈസിനനുസരിച്ച് നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങളെ പിക്ചർ എങ്ങനെയാണോ ആ പിക്ചറിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്തെടുക്കുക. നിങ്ങളെ പിക്ചറിന് എങ്ങനത്തെ പിക്ചറാണോ അപ്പൊ അതിനനുസരിച്ചിട്ട് നിങ്ങൾ റിംഗ് നോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ. ഇതാണ്. അപ്പൊ നിങ്ങൾ ഒരു സൈസ് എങ്ങനെയാണോ ആ സൈസിന് തന്നെ ഫുള്ള് ചെയ്തെടുക്കുക കേട്ടോ. ഇതാണ് റിംഗ് നോട്ട്. അപ്പൊ നിങ്ങൾ ചെറുത് വലുത് ഇങ്ങനെ ആവരുത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ചെറുതാക്കിയിട്ട് വലുതായിട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എല്ലാതും ഒരേ സൈസിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു 2 സ്റ്റിച്ചും പിന്നെ ഒരു സ്റ്റിച്ചും കൂടി ഞാൻ പറഞ്ഞിരുന്നു, ടെസൽ സ്റ്റിച്ചാണ്. അതൊരു 3D ഫ്ലവർ വരുന്ന രീതിയിലാണ് മിക്ക ഡ്രസ്സിനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് പിക്ചറിൽ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഞാൻ ഈ ഒരു റൗണ്ടിൽ റിംഗ് നോട്ടാണ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു ഫ്ലവറിനുമാണ് റിംഗ് നോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ റിംഗ് നോട്ടാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലവറിന്റെ ഉള്ളിൽ നിന്നാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഞാൻ കുറച്ച് കട്ടിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ത്രെഡ് 2 മടക്കിയിട്ടാണ് ഞാൻ കെട്ടിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ. ഇതുപോലെ വെച്ചിട്ട് ആ ഒരു റിങ്ങിന്റെ മേലെ പിടിച്ചിട്ടാണ് കണ്ടോ, ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഈ ഒരു റിങ്ങും ഈ ഒരു നമ്മൾ ചെയ്യണ 2 സ്റ്റിച്ചും ഒരുപോലെയാണോ ഒരേ വലിപ്പാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം അടിയിൽ നിന്ന് ത്രെഡ് വലിച്ചു കൊടുക്കാൻ. ഓക്കെ. അപ്പൊ ഈ റൗണ്ട് ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാം.
നമ്മൾ ഈ ഒരു റൗണ്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഒന്നെങ്ങനെ ചെയ്ത് ആ ഒരു വലിപ്പത്തിനനുസരിച്ചിട്ട് ഈ വലിപ്പം കൂടിയാൽ ഈ ഒരു ത്രെഡ് ഇതുപോലെ വലിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ. ഓക്കെ, ഈ ഒരു റൗണ്ട് ഫുള്ളായിട്ട് നമുക്ക് ഒരു റിംഗ് നോട്ട് ചെയ്ത് കൊടുക്കാം. ആ റിങ്ങിന്റെ അവിടെ, അതായത് ആ റൗണ്ട് വരുന്ന സ്ഥലത്ത് ഒന്ന് പിടിച്ചു കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോ അത് ഒന്നിച്ചിട്ട് അത് നമ്മൾ വലിക്കുമ്പോൾ ആ ഒരു ത്രെഡ് അങ്ങനെ ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഒന്ന് പിടിച്ചു കൊടുത്തിട്ട് ചെയ്യാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഓക്കെ, ഞാൻ ഈ ഒരു റൗണ്ടിന്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ഇതാ ഈ ഒരു റിംഗ് നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫുള്ളായിട്ട് റിംഗ് നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കെട്ടിട്ട് കൊടുക്കുക, അതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു റൗണ്ടിൽ ചെയ്യണ മാത്രമാണ് കാണിച്ചിട്ടുള്ളൂ. ഇനി ഇത് രണ്ടും കൂടി ചെയ്യാനുണ്ട്. ഓക്കെ, ഈ റൗണ്ടിൽ ചെയ്യണതാണ് ഞാൻ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, എല്ലാതും ചെയ്യുന്നത് കാണിക്കുമ്പോഴത്തേന് നമ്മുടെ വീഡിയോ നല്ലോണം ലെങ്ത് കൂടും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ റൗണ്ട് മാത്രം കാണിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യുന്നത് പേൾ സ്റ്റിച്ച് ആണ്. അതും നമ്മൾ ഈ പറഞ്ഞ പോലെ രണ്ട് ത്രെഡ് ഒരുമിച്ചിട്ട് തന്നെ ചെയ്യണം. ഇത് നമുക്ക് ഒരു ത്രെഡ് ആക്കിയിട്ട് ഒരു ഒറ്റ ലെയർ ആക്കിയിട്ട് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷെ ഒന്ന് കട്ടിയില് കിട്ടുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി, ഈ ഒരു റിംഗ് നോട്ടും ഒക്കെ. ഈ പേൾ ബീഡ് നമ്മൾ എന്തായാലും പിന്നെ രണ്ട് ത്രെഡ് ഒരുമിച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴാണ് കട്ടിയിൽ ആയാലാണ് ആ ഒരു പേൾ ബീഡ് നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അത് ഞാൻ ഈ ഒരു തണ്ടിനാണ് പേൾ ബീഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ഒരു തണ്ടിനാണ് ഞാൻ പേൾ ബീഡ് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ പേൾ ബീഡ് ഞാൻ പറഞ്ഞത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ കുത്തി കൊടുക്കുക. അതിന് ശേഷം ആ ഒരു കുത്തിയതിന്റെ നേരെ ഇതായിട്ട് ആ വരച്ചേമക്ക് നമ്മൾ കൊടുക്കുക. അതിന് ശേഷം ഇതിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ ചെയ്ത സ്റ്റിച്ചിന്റെ ഉള്ളിൽ കൂടെ ഈ ഒരു ത്രെഡ് എടുക്കുക. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അതൊരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയത് നമ്മൾ ഇവിടെ നിന്നിട്ട്, അതായത് ഈ ഒരു ചെയ്തതിന്റെ നമ്മൾ ആ ഒരു വരച്ച വരയുടെ സെന്ററിൽ തൊട്ടടുത്ത് തന്നെ ഞാൻ അടുപ്പിച്ചിട്ടാണ് ചെയ്യണത്. അതുകൊണ്ടാണ് കേട്ടോ അടുത്തുനിന്ന് കുത്തുന്നത്. അകലെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ അകലെന്ന് കുത്താം. ഞാനിവിടെ കുറച്ച് അടുപ്പിച്ചിട്ടാണ് ചെയ്യണത്. ഇതുപോലെ കുത്തിയെടുക്കുക. ഓക്കെ, ഇതുപോലെ സൂചിനെ കുത്തിയിട്ട് ഈ ത്രെഡിന്റെ ഉള്ളിൽ കൂടെ അല്ല, ത്രെഡിന്റെ പുറത്ത് കൂടെ ഇതുപോലെ എടുത്തപ്പോൾ നമ്മൾ ഈ ഒരു ലൈന് വന്നു. ഇനി ഇതിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഈ ഒരു ത്രെഡിനെ എടുത്തു കൊടുക്കും. ഓക്കെ, കണ്ടോ? അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇതുപോലെ സൂചി കുത്തിപ്പൊക്കി എടുക്കുക ചെറുതായിട്ട്. അതിന് ശേഷം അപ്പൊ നമ്മൾ ആ ഒരു ലൈന് വന്നു, അതായത് നമ്മൾ ഇങ്ങോട്ട് അരിക്ക് ഇറക്കി കൊടുക്കണ ആ ഒരു ലൈന് വന്നു. ഇനി ഈ ഒരു ത്രെഡിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് ആക്കിയിട്ട് ഈ ഒരു ലൈനിന്റെ ഉള്ളിൽ കൂടെ എടുത്തു കൊടുക്കുക. ഇതുപോലെയാണ് നമ്മളെ പേൾ ബീഡ് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ ഞാൻ ഈ ഒരു ഇതിലുള്ള സ്റ്റെമ്മും ലീഫൊക്കെ ഞാൻ ഈ ഒരു ഇത് വെച്ചിട്ടാണ് ചെയ്യണത്. ഈ ഒരു സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്യണത് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ പേൾ സ്റ്റിച്ച്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ വലുപ്പത്തിലായിരിക്കണം ചെയ്യുക. നമ്മൾ അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ ഫുള്ള് അടുപ്പിച്ച് ചെയ്യുക. അതല്ല വിട്ടിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുള്ള് വിട്ടിട്ട് ചെയ്യാം. ഒന്ന് വിട്ടിട്ടോ ഒന്ന് അടുപ്പിച്ചിട്ടോ ആവുമ്പോൾ അത്ര നമുക്ക് പെർഫെക്ഷൻ കിട്ടിയെന്ന് വരില്ല. അതുപോലെയാണ് ചെയ്യുക കേട്ടോ. തൊട്ടടുത്തുനിന്ന് നമ്മൾ ഇതുപോലെ കുത്തി പൊക്കി എടുക്കുക. അപ്പൊ നമ്മുടെ ഈ ഒരു ലൈന് വരും. നമ്മൾ ഈ ഒരു ത്രെഡ് ചിറ്റി കൊടുക്കുക, കുറച്ച് ചിറ്റി കൊടുക്കുക.
നിങ്ങൾക്ക് കുറച്ച് കട്ടിയിൽ കിട്ടുകയാണെങ്കിൽ അങ്ങനെ, അത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, കുറച്ച് കൂടുതലാക്കി ചുറ്റി കൊടുക്കുക. ഓക്കെ, ഞാനിതാ ഇവിടെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ പിടിക്കാം. ഓക്കെ, ഇതുപോലെ ആ ഒരു ത്രെഡ് നമ്മൾ ചുറ്റിയത് ഇതുപോലെ സെന്ററിൽ പിടിച്ചിട്ട്, ഞാൻ ഇവിടെയാണ് ഈ ഒരു ഇത് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് ഇവിടെ വെക്കുക. ഇതുപോലെ വെച്ചിട്ട് നമ്മളെ ഈ ഒരു റെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ വെക്കുക. എന്നിട്ട് ഈ ഒരു ഇതിന്റെ സെന്ററിൽ നിന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിന്റെ ഒരു സെന്റർ വെച്ചിട്ട് നമ്മൾ ഇത് ടൈറ്റ് ആക്കി കൊടുക്കുക. ഇവിടെ ഇതൊരു 2 പ്രാവശ്യം ചെയ്തിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുക. ഓക്കെ, നല്ലോണം കെട്ടിട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മളിവിടെ ഇത് ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. കെട്ടിട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ത്രെഡ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പിന്നെ ഇതൊന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെയും നമ്മൾ എന്ത് ചെയ്യാം, സ്റ്റിച്ച് ചെയ്യണം. അതിന് നമുക്ക് ഗ്രീൻ എടുക്കാം. ഓക്കെ, ഇവിടെ കെട്ടിട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നല്ല ടൈറ്റ് ആക്കിയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക. അടുപ്പിച്ചിട്ട് നന്നായിട്ട് 2 സൈഡിലേക്ക് ആക്കിയിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കും. ഓക്കെ, ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ആക്കിയിട്ട് ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ കുറച്ച് ഭാഗം ഓക്കെ, ഇത്രയും മതി. ഇനി നമുക്കിത് ഇവിടെ കെട്ടിട്ട് കൊടുക്കാം. ഇവിടെ ജസ്റ്റ് ഒന്ന് ഈ ത്രെഡ് കുറവായ കാരണം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കെട്ടിട്ട് കൊടുക്കണതാട്ടോ. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ കിട്ടിയില്ലേ?
ഇനി നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ നിൽക്കണ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മള് ഇതിന്റെ ഈ ഒരു ഇതിങ്ങനെ പിടിച്ചിട്ട് ഒന്ന് ഒപ്പാക്കി കൊടുക്കുക. ഇത് ഒന്ന് ഒപ്പാക്കി കൊടുക്കണം. ഓക്കെ, ഈ ഒരു കത്രികയുടെ ഇതുകൊണ്ട് ഇതൊക്കെ ഒന്ന് പിന്നെ ഈ ത്രെഡ് ഒന്ന് ഇങ്ങനെ ഒപ്പായിട്ടാണ്, അതായത് ഇങ്ങനെ കട്ട പിടിച്ചിട്ട് നമ്മൾ ഈ ഒരു ത്രെഡ് ഇതുപോലെയാണ് നിൽക്കുന്നത്. അപ്പൊ അത് നമ്മൾ ചീന്തിയിട്ട് ഒരു ചീർപ്പ് യൂസ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് ചീന്തിയിട്ട് ആ ഒരു പിന്നെ ത്രെഡൊക്കെ വേറെടുത്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കോംബോ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചീകി കൊടുത്താൽ ആ ഒരു ഇങ്ങനെ കൂടി നിൽക്കുന്ന നൂലൊക്കെ ഒന്ന് വിട്ടിട്ട് നല്ല രീതിയിൽ കിട്ടും. ഇത് നമ്മളെ ഡ്രസ്സുമ്മലൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ടാവും നിങ്ങള്. അപ്പൊ ഇതുപോലെയാണ് ചെയ്യുക. ഓക്കെ, നല്ലോണം ഒരു കോംബോ വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ കിട്ടും കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളെ മൂന്നാമത്തെ സ്റ്റിച്ച്, ടെസൽ വർക്ക്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ 3 സ്റ്റിച്ച് പഠിച്ചു. ഒന്ന് ഈ ഒരു ഫ്ലവറും, അതുപോലെ റിംഗ് നോട്ട്, അതുപോലെ പേൾ സ്റ്റിച്ച്. ഓക്കെ, അപ്പൊ എല്ലാവരും ഇതുപോലെ പിക്ചർ എടുത്തിട്ട് ചെയ്ത് നോക്കുക. ഞാൻ ഇനി ബാക്കിയുള്ളതും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ വീഡിയോന്റെ ലാസ്റ്റിൽ ഫോട്ടോ ആയിട്ട് കൊടുക്കാം കേട്ടോ. ലാസ്റ്റിൽ ചെയ്ത് കഴിഞ്ഞതിന്റെ ഒരു പിക്ക് ഞാൻ വെക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിതാ വർക്ക് ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ രണ്ട് നമ്മുടെ ടെസൽ വർക്ക്, പിന്നെ നമ്മുടെ പേൾ ബീഡ്, പേൾ വർക്ക് അല്ല പേൾ സ്റ്റിച്ച്, അതുപോലെ റിംഗ് നോട്ടാണ്. ഈ 3 ചെയ്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റിംഗ് നോട്ടും പിന്നെ പേൾ സ്റ്റിച്ചും ഒരുമിച്ചിട്ടും ടെസൽ വേറെ അങ്ങനെ ആയിട്ട് രണ്ട് മോട്ടീഫായിട്ടും ചെയ്യാം, ഒരൊറ്റ ഒന്നിലായിട്ടും ചെയ്യാം. ഞാൻ ഇപ്പോൾ ഒറ്റ ഒന്നിലാണ് നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ലാസ്റ്റ്, ഈ ഒരു പിക്ചറിന്റെ ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കുക കേട്ടോ. ഓക്കെ, ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ അപ്പൊ തന്നെ അത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.